ഹലോ, വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു ലഞ്ച് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടലക്കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടലക്കറിക്കുള്ള കടല കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തലേദിവസം വെച്ചതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. സിമ്പിളായിട്ട് കടലക്കറി വെക്കാനായിട്ടാണ് നോക്കണേ. അപ്പോൾ സിമ്പിളായിട്ട് കുക്കറിൽ വെക്കാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ചു, നമ്മുടെ സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ വരണ വരെ നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിട്ട് നന്നായി അതൊക്കെ ഒന്ന് മൂത്ത് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരണ വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ക്യൂബായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് കുറച്ച് കടലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന വരെ നന്നായി അതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതിട്ട് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കുതിർത്തി വെച്ച കടല കഴുകി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ കടല വേവാനും നമുക്ക് ചാറായിട്ട് വേണമെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കർ വിസിലടിപ്പിക്കാം. എനിക്കൊരു 7-8 വിസിൽ വന്നു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. എന്നാലും അതിങ്ങനെ കുറുകിയിട്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ വെള്ളം പോലെയാണ് ഇരിക്കണേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് കുക്കറൊന്ന് തുറന്ന് വെച്ചിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ കടലക്കറി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ലഞ്ചിൻ്റെ, ഇത് കടലക്കറി ഞാൻ കാലത്ത് പുട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുണ്ടായി. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് മോര് കാച്ചിയതാണ്. അപ്പോൾ അതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് പൊട്ടിച്ചു, വേപ്പിലിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അറിയാം, ചോപ്പ് ചെയ്തിട്ടും എടുക്കാം. എന്നിട്ട് ഞാൻ ഒരു 2 വെളുത്തുള്ളിയും ഒരു 1/2 സവാളയും കൂടി രണ്ടും മിക്സ് ചെയ്തെടുത്തിരിക്കണം. ചുവന്നുള്ളിയും സവാളയും കൂടി മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നന്നായി വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകണവരെ നന്നായി വഴറ്റാം. ഞാൻ തൈര് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ടകളില്ലാണ്ടിരിക്കാനാണ് കറക്കിയെടുത്തത്. എന്നിട്ട് തൈര് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, തൈര് തിളയ്ക്കാൻ പാടില്ല, അപ്പോൾ പിരിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചത്. മൺചട്ടിയിൽ ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തു. ലോ ഫ്ലെയിമിലാണ് ഓൺ ചെയ്തിരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഉപ്പൊക്കെ നോക്കി, ഉപ്പ് വേണമെങ്കിൽ ഇട്ട് നന്നായി അതൊന്ന് ഇളക്കി അതൊന്ന് ചൂടാവണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അമരക്കായ എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നുണ്ട്. തൃശ്ശൂർ ഞങ്ങൾ അമരപ്പയർ എന്നൊക്കെയാണ് പറയുക. വേറെ ഉള്ളിടത്ത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഉപ്പേരി വെക്കണ പോലെ, തോരൻ വെക്കണ പോലെ ഇത്തിരി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, വേപ്പില, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ചതമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. തോരന് ഞങ്ങൾ തൃശ്ശൂർകാരൊക്കെ തോരന് ചതമുളകാണ് കൂടുതൽ യൂസ് ചെയ്യുക. ചതമുളക് ഇട്ടിട്ട് നന്നായി അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മുളക് പൊടി ഇടുമ്പോൾ ജസ്റ്റ് മുളക് പൊടി ഇട്ട് 2 സെക്കൻഡ് സോട്ട് ചെയ്യുമ്പോഴേക്കും അത് ആവും. ചതമുളക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു 1 സെക്കൻഡും കൂടി എക്സ്ട്രാ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ അമരക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവിയിലാണ് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ തുറന്ന് ഇളക്കി അടച്ച് അങ്ങനെ ആവി വെള്ളത്തിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽസാണ്. കടലക്കറി ഉണ്ട്, അമരക്കായ എന്നും പറയാം. പിന്നെ നമ്മുടെ മോര് കാച്ചിയത്. ഞാനൊരു മുട്ടയും പൊരിച്ചിട്ടുണ്ടായി. മുട്ട പൊരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. മുട്ട പൊരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ മുട്ട പൊരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല.
അപ്പോൾ നമുക്കെന്നാ കഴിച്ചാലോ. നല്ല ചൂട് ചോറ് കണ്ട, ആവി പറക്കണണ്ട. നല്ല ചൂട് ചോറിലതേ കടലക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമരപ്പയർ, അമരക്കായ തോരൻ, പിന്നെ നമ്മുടെ മോര് കാച്ചിയത്. ഞാനൊരു ചെറിയൊരു കുഞ്ഞു പാത്രത്തിൽ ഒരു മോര് കാച്ചിയത്, പിന്നെ ഉണക്കമുളക് ഉണ്ടായി, മുട്ട പൊരിച്ചതും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.